സാർ SC/ST കാര്യത്തിനകത്ത് സ്കോളർഷിപ്പുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. സ്കോളർഷിപ്പ് പണം കൊടുത്തതിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കരുത്. ആ ഒരു മേഖലയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. പാവപ്പെട്ട മനുഷ്യന് പണം കൊടുക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനാണ് സംസാരിച്ചത്. ഞാൻ 18/9/2025 ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു തന്ന മറുപടി, ഈ നിയമസഭയിൽ തന്ന മറുപടിയാണ് ഞാൻ വായിച്ചത്. ഇത്രയും കുടിശ്ശികയുണ്ട്, അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന്? ഈ മന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഈ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക തന്ന കണക്കാണ് ഞാൻ വായിച്ചത്. അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാണ്? അല്ല, അതിനുമുമ്പ് മറ്റ് സംസാരിച്ച ആളുകളും ഭീമമായ തുക എന്ന് പറഞ്ഞു. അങ്ങ് പറഞ്ഞ തുകയെല്ലാം കൂടി ഞാൻ കൂട്ടി 10-200 ചില്ലാനും കോടിയാണുള്ളത്. സാർ 100-200 കോടി രൂപയുടെ ഈ സമയത്ത് ചില കുടിശ്ശികള് ലാസ്റ്റ് മന്തിലേക്ക് കൊടുക്കാൻ കാണും, ഇല്ലെന്നല്ല. ഈ സമയത്ത് ചില കുടിശ്ശികള് ലാസ്റ്റ് മന്തിലേക്ക് കൊടുക്കാൻ കാണും, ഇല്ലെന്നല്ല.